ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുപോകാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ? എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ശീമ കൊന്നഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ശീമ കൊന്ന. ഇവിടെ അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ ചേച്ചി അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. See, pathogenesis of TIA. അമ്പിളി, Transient ischemic അമ്പിളി, attack. അമ്പിളി. Hey, who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ല എന്നാണ് മൂപ്പര് പറയണേ. I say you get out. അതിന് സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറന്നേരത്തെയായിട്ട് വീട്ടിൽ വഴിക്കിട്ട വന്നല്ലേ? പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാന്നാ വിചാരിച്ചത്. നമ്മളെക്കാൾ തല്ലിപ്പൊളികളെ. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി, അമ്പിളി. താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? നമ്മുടെ കള്ളുടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതിയറാ? അപ്പൊ അങ്ങനൊന്നുമില്ല. ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബി കാണും. ലാബോ? അതെവിടെ ആയിരിക്കും? സാർ, 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി, 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 അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയെ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സയ്ക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ, എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി, അമ്പിളി. അമ്പിളി, അമ്പിളി, അമ്പിളി. ഈ താമരക്കുളത്തെ അമ്പിളിയോ? അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ, അമ്പിളി. ഓടാ
അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയ അടിച്ച നിരത്ര തുടങ്ങിക്കോ. അയ്യോ, നിന്റെ നെറ്റി ചോര. ഓ, ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി. അയ്യോ, എന്റെ തല കറങ്ങുന്ന പോലെ ഞാനിപ്പോ ബോധം കെട്ട് വീഴേ. അയ്യോ, അയ്യോ അപ്പൂട്ടിന് എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ബോധക്ഷയമില്ലായ്മ. ബോധക്കേട് വരാനുള്ള അടിയൊന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. ഇവൻ അവർക്കിട്ടല്ലേ ചാർത്തിയത്. ചിലപ്പോ മർമ്മത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ജീപ്പ് എടുക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. വേണ്ട, അപ്പൂട്ടൻസ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി. ബോധമില്ലാത്ത രോഗി ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഡോക്ടറെ, ഡോക്ടറെ, അപ്പൂട്ടൻ തലയേറ്റ് വീണു. വെറും തലചുറ്റിലല്ലടാ പുല്ലേ. അപ്പം ബോധമുണ്ട്. ഇല്ല, എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കുക. എന്നാലും മനസ്സിലുള്ളത് പറയണമല്ലോ. എനിക്ക് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം. ഡോക്ടറെ, അയ്യോ, ആ, എന്താ അയ്യോ, അപ്പൂട്ടൻ എന്ത് പറ്റി? ആ, ഇങ്ങോട്ട് കിടത്ത്. ആ, എന്താ ഉണ്ടായത്? അയ്യോ. കവലയിൽ തല്ലുണ്ടായി. അപ്പൂട്ടൻ ഒരു തടിയും കൊണ്ട ഭിത്തിയിൽ ചേർത്ത് നിർത്തി 10-20 ഇടി ഇടിച്ചു. അപ്പൂട്ടന്റെ തലച്ചോറിനകത്തെ സ്റ്റാംപ്ലിക്കേഷൻ പോയി കിടക്കാം. നെഞ്ചിലും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിക്കുമോ ഡോക്ടർ? ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കലക്കി കളഞ്ഞില്ലേ? ഞങ്ങളുടെ അപ്പൂട്ടൻ തട്ടി പോവോ ഡോക്ടർ? ശ്ശോ. ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ? എല്ലാവരും ഒന്ന് പുറത്തു പോണം പ്ലീസ്. പോണം. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു വാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയില് മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ. ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. ആഹാ. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,80,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,80,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ. വെറും 10 മിനിറ്റ് കിടന്നാ മതി. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എന്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലഹൃദയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം. ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി. 46. എന്തോന്ന് 46? 46ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ തെളിഞ്ഞെളിഞ്ഞു വരികയല്ലേ. കത്തിന്റെ തുടക്കം എങ്ങനെ മണിയെ? സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി. ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല. രാവുണ്ണിയുടെ ഇടിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ. ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കണ രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടനെ സ്നേഹിക്കുന്നു. എന്താ പൂട്ടാ ഒന്നും മിണ്ടാത്തെ? എങ്ങനെ മിണ്ടാൻ? പുയ്യാപ്പളിന്റെ മനസ്സല്ലേ? ആ. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. ആ മനസ്സിനകത്തൊരു ചീറ്റല്. ആ, ബ്രോക്കർ എത്തിയല്ലോ. മതോട്ടാ കടുപ്പത്തിലൊരു ചായ. ആ, മണി 10 ഇനി അപ്പൂട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ. നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടമെത്തും.
പെണ്ണിന്റെ രണ്ട് കണ്ണും രണ്ട് ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാൻ ഉണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ, 2 ചായ. മാധവന്റെ കെട്ടിയോള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യം അവൾ ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി.